ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ്, നാളെയാണ് ഇനി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ആ കേക്കിന് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോയി. അങ്ങനെ ക്രീമൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് മാവ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ബേക്കറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു 1/2 കിലോൻ്റെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ചെമ്പിൽ ഒഴിക്കും. അപ്പോൾ അതും കൂടി കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. കമോൺ ഗായ്സ്. അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളും കേക്കിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലാണ് വെച്ചിരിക്കണത്. ഇതാണ് നമ്മുടെ മാവ് ഗായ്സ്. നമ്മൾ ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കണത്. അത് ട്രയലാണ് കേട്ടോ. അമ്മ ഒരു ട്രയൽ നോക്കുകയാണ്. അമ്മ പല കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രയൽ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരിയായി എന്നുറപ്പുണ്ട്. അപ്പം നമുക്കിതൊന്നും ആവട്ടെ. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇഡ്ഡലി ചെമ്പിലാക്കും കേട്ടോ. അതൊന്നും കാണാം. പിന്നെ നാളെ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഇന്നൊരു ഇതില്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ പോർക്കാണ് കേട്ടോ മേടിച്ചിരിക്കണം. അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ പോർക്ക്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് വെട്ടിയിട്ട്. നമ്മുടെ അടുക്കള നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി അല്ല, പോർക്ക് കേട്ടോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇവിടെ സവോള തുള്ളികളയാണ്. ഇതിൻ്റെ അനിയനോടിരിക്കുന്നുണ്ട്. നമ്മൾ കുക്കറിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് 45 മിനിറ്റ് വേണം ഇത് നമുക്ക് റെഡി ആവാനായിട്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിലാക്കിയിട്ടില്ലേ, നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇഡ്ഡലി ചെമ്പിലാക്കാൻ വേണ്ടിയിട്ട്. കൊണ്ട് ഫുൾ പണിയാണ് കേട്ടോ. 45 മിനിറ്റ് ആയി ഗൈസ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പൊങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്ന് ഇതൊന്ന് തുറക്കാനായിട്ട് കാത്തിരിക്കാം. ഇത് റെഡിയാവാൻ ഞാൻ ഓരോ മിനിറ്റ് ഞാനിങ്ങനെ വന്നതിലേക്ക് നോക്കൂട്ടോ. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. കാത്തിരുന്ന സമയം വന്നു ഗൈസ്. അപ്പം നമ്മുടെ ഇത് പൊട്ടിക്കണം ഗൈസ്. അപ്പം എന്തോന്ന് നോക്കണം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് കേട്ടോ. വന്നിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. വീണ്ടും വെക്കുകയാണ് ഗൈസ്. നമ്മൾ പ്രതീക്ഷയിൽ തുറന്നതാണ് കേട്ടോ. പക്ഷെ അത് വെന്തിട്ടില്ല. അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ കയ്യിലിട്ടുമ്പോൾ അത് ഫുള്ള് നമ്മളൊന്ന് തീർക്കും ഗൈസ്. യെസ്, കറക്റ്റ് പ്ലമ്മിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഒഴിക്കും. കാരണം ഇഡ്ഡലി ചെമ്പിൽ ഒഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒഴിച്ചിട്ടില്ല. നമുക്കൊന്ന് കാണാം. ഗൈസ് വെന്തു എന്നാണ് പറഞ്ഞത്. നമുക്ക് ദമ്മ് പൊട്ടിക്കാം ഗൈസ്. വെന്തു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഗ്യാസൊക്കെ ഓഫാക്കി ഗൈസ്. നമുക്ക് ഇതൊന്ന് എടുക്കണം. അപ്പുറത്ത് നമ്മുടെ പോർക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ചൂടാറിയിട്ട് വേണം കഴിക്കാൻ കേട്ടോ, പ്ലം കേക്ക് എന്ന് പറയാൻ. വെള്ളമൊഴിച്ച് വെക്കാനുണ്ടോ. ഇതാണ് നമ്മുടെ കേക്ക്. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന സംഭവം വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കണ്ടോ. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. നല്ല മണുണ്ട് കേട്ടോ. നമ്മുടെ വാനില എസൻസിൻ്റെ ഒക്കെ ഒരു തരം മണാണ്. നല്ലൊരു മണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പ്ലം കേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ക്യാരറ്റ് പുഡിംഗ് ആണ് ഗായ്സ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് മുറിക്കുകയാണ് കേട്ടോ ഗായ്സ്. തെറ്റിപ്പോയി. ഇടിക്കുകയാണ് കേട്ടോ. നമ്മൾ പാത്രത്തേക്ക് കമത്താൻ പോവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിടാം പാത്രത്തിലേക്ക്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം ഇവിടെ വെച്ചിട്ട് നമുക്ക് കമത്താം.
ഓക്കെ. ഓ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പേപ്പറിൽ കുറച്ച് എണ്ണ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഗൈസ്. കറക്റ്റ് സൂപ്പർ സംഭവം. സത്യം പറയാലോ, നമ്മൾ ആ പേപ്പർ എടുക്കുമ്പോൾ കാണുന്ന ആ സംഭവം തന്നെ ഗൈസ്. എന്താ പറയണ്ടേന്ന് അറിയില്ല. സൂപ്പർ സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ. ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ കേക്ക് ഇതിൻ്റെ കയ്യിൽ പിടിക്കാൻ അത്രയും ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങളൊരു ട്രയൽ നോക്കിയതാണ്, പക്ഷെ ഇത്രയും നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യം മൂത്തിട്ട് നമ്മളൊന്ന് മുറിക്കാൻ പോകണ്ട ഗൈസ്. എന്താ ചെയ്യാം, നമുക്കൊന്ന് മുറിച്ച് കഴിക്കണം കേട്ടോ. അധികം ചൂടില്ല, അപ്പം നമ്മളൊന്ന് മുറിക്കാൻ പോവാണ് ഗൈസ്. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ക്രിസ്മസ്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ പാട്ടും പാടി അങ്ങനെ നമ്മൾ മുറിച്ച് ഗൈസ്. ഇതല്ലാണ്ട് വേറെ ആഘോഷമൊന്നുമില്ല ഗൈസ്. വാവ്, നല്ല ആവി പറക്കാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മളൊരു കഷ്ണം തരികയാണ്. വാവ്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ്. അത് നമ്മൾ ചൂടാറാൻ കാത്തിരിക്കുകയാണ് ഗായ്സ്. ഇപ്പൊ ഗായ്സ് നമ്മളൊരു പീസ് എടുത്ത് വന്നിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം. അയ്യോ, നല്ല ചൂടുണ്ട് കേട്ടോ. ചായടാ മണിക്കുട്ട, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മ? അപ്പൊ അമ്മയാണ് നമ്മുടെ ഉണ്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റ്. യെസ്, കറക്റ്റ്. അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചൂടായിട്ടാണ് ശരിക്കും കഴിക്കാൻ. പക്ഷെ ആർത്തി മുട്ടിട്ട് ഇങ്ങനെ കഴിക്കാണ്ടിരിക്കരുത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെക്കുന്നതൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇഡ്ഡലി കേക്കിൻ്റെ സമയമായിട്ടില്ല, പക്ഷേ നമ്മുടെ കേക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും വിചാരിച്ചില്ല, ശരിക്കും സക്സസ് ആയിട്ടോ. യെസ്, അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തെറ്റിപ്പോയതാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയുടെ കാര്യമാണ് കേട്ടോ ഇനി പറയാൻ പോണത്. കുറുക്കിട്ടിട്ടാണ് വെക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ചോറൊക്കെ ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെക്കുമ്പോൾ ഇഡ്ഡലി ചെമ്പിലല്ല, നമ്മളല്ലാണ്ട് വെച്ച് കഴിഞ്ഞ് ഗ്യാസ് പൂന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇഡ്ഡലി ചെമ്പിൽ വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൂർക്കിട്ട് വെച്ച ചിക്കൻ സൂപ്പറായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ കട്ടിയായാലാണ് അത് പൊങ്ങി വരാൻ നല്ല സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിക്കാൻ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കുറച്ചും കൂടി ഉള്ളൂ, അത് കാരണമാണ് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ മറ്റേ കേക്ക് നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ആകെ ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ. ഇനി 4 മണിക്ക് കഴിക്കാനുള്ളത് പോലും ഇല്ല. അത്രയും ടേസ്റ്റായിരുന്നു, പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ്. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഞങ്ങളൊരു ട്രയൽ നോക്കിയതാണ്, എന്നാലും സൂപ്പറായിട്ടുണ്ട്. അത്യാവശ്യത്തിന് മധുരം, അത്യാവശ്യത്തിനുള്ള കുറേ ഇപ്പം നമ്മൾ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഈ ഒരു കാഷ്നട്ട് നമ്മൾ ഇട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഒരു പൂ പോലെ ഉണ്ട് കേട്ടോ. ഇത് വരുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സാമ്പാർ. അതുപോലെ നമ്മൾ എല്ലാ തട്ടും ചെയ്തെടുക്കാണ് കേട്ടോ ഗായ്സ്. കറക്റ്റ് 2 തട്ട് കേട്ടോ. നിറഞ്ഞു കാണില്ലേ? ഒഴിച്ച് ഗായ്സ്. അപ്പോൾ നമ്മൾ സംഭവം തുറക്കാൻ പോവാണ് ഗായ്സ്. വാവൂ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലി പോലെ ഉണ്ട് കേട്ടോ. ഓ, ഉള്ളിൽ അതേപോലെ സെയിം. വാവൂ വാവൂ, നമുക്ക് തൊക്കാം. ഓ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓ വാവൂ, ഇത് എന്തായാലും സൂപ്പർ സംഭവമാണ് കേട്ടോ. രണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പോലെ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്കൊന്ന് എടുത്ത് പാത്രത്തേക്ക് ഇടാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി എടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നല്ല ഇഡ്ഡലി പോലെ ഉണ്ട് കേട്ടോ, നല്ല പഞ്ഞി പോലെ, നല്ല സോഫ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശ് ചിലവില്ലാത്ത പണിയാണ് കേട്ടോ. കാരണം ഇത് ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ഇഡ്ഡലി പോലെ തന്നെ ഇത് ചെയ്യാണ്. ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ ഞങ്ങൾക്ക്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.